ഹലോ ഗൈസ്, ഞങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പിന് പോവുകയാണ് ഇന്ന്. എപ്പോഴും പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ. അങ്ങനെ ഫൈനലി ഇന്നാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയത് പാലരുവിയിലോട്ടാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളി വ്യൂ ആണ്. നമ്മുടെ കൂടെ ഇനി ഒരാളോടുണ്ട്. ചേച്ചി നമ്മളെ പാലരുവിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളപ്പോൾ ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോഴേക്കും ചേച്ചിയും പപ്പയും നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പാലരുവിയിലോട്ട് വിട്ടേ. അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനിങ് ഇനി നടക്കില്ലെന്ന്. അതുപോലെ തിരക്കായിരുന്നു. നമ്മൾ ഉച്ച വരെ നിന്നാൽ പോലും ടിക്കറ്റ് കിട്ടത്തില്ലായിരുന്നു. അതുപോലെ തിരക്കുണ്ടായിരുന്നു പാലരുവിൽ. ഞങ്ങൾ പോയ ദിവസം സൺഡേയും കൂടെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കുണ്ടായിരുന്നത്. അങ്ങനെ പ്ലാൻ മാറ്റി നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴേക്കും മമ്മി നമുക്ക് ചായയും കിണ്ണത്തപ്പോൾ പഴമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചിന് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇനി പ്ലാൻ ബിയിലോട്ട് പോവുകയാണെ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വണ്ടിയും എടുത്ത് നേരെ ഞങ്ങൾ കുറ്റാലത്ത് പോകാൻ തീരുമാനിച്ചേ. പോകുന്ന വഴിയിൽ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി സ്ഥിരം പരിപാടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ എവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് തോന്നുന്നു കേട്ടോ. കുറ്റാലത്ത് ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നേ. കുളിക്കാൻ വേണ്ടി മാത്രം അവിടെ ഒരു വലിയ നിരയുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു പോയി പൊട്ടറ്റോ ഫ്രൈ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ സാധനം കുറച്ച് തണുത്തതായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ചക്കയും മാങ്ങയും ഞാവൽപ്പഴവും ചാമ്പയ്ക്കയും ഒക്കെ ഉണ്ടായിരുന്നേ. ചക്കയ്ക്കൊക്കെ ഇവർ നല്ല റേറ്റാട്ടോ ഇവിടെ ചോദിക്കുന്നത്. അവിടെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.